കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ശ്രദ്ധ മുഴുവൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ് സംസ്ഥാനത്തേക്ക് തിരിഞ്ഞ കാഴ്ചയാണ്. അതിനുള്ള പ്രധാന കാരണം ഉത്തർപ്രദേശിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്, ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്. അതും ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളിൽ. അതൊക്കെ മുൻകാലങ്ങളിൽ അസംഭവ്യമെന്ന് നമ്മൾ കരുതി തള്ളിക്കളയാവുന്ന ഒരു കാര്യമാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് കെട്ടുറപ്പുള്ള ഒരു സംവിധാനമാണുള്ളത്. കേഡർ പാർട്ടിയാണ്. യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ 5 വർഷം പൂർണ്ണമായി അധികാരം തികച്ച് അതിനുശേഷം ഇപ്പോൾ 2 വർഷം കൂടെ ആയിരിക്കുന്നു. 2027 മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പ് വരാനുള്ളത്. അപ്പൊ എല്ലാം ഭദ്രം. ഉത്തർപ്രദേശിൽ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അവിടെ ഒരു ഭരണ പ്രതിസന്ധി സ്വാഭാവികമായി ഉണ്ടാകേണ്ടതല്ല. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിമാർ വാഴാത്ത ഒരു നാട്, അതായിരുന്നു ഉത്തർപ്രദേശിനെ കുറിച്ചുള്ള ചരിത്രപരമായ ഒരു കാഴ്ചപ്പാട്. ഏത് മുഖ്യമന്ത്രി വന്നാലും കാലാവധി തികയ്ക്കാതെ പല പ്രാവശ്യം മുലായം സിംഗ് രാജിവെക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മായാവതി വന്നും പോയും ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അഖിലേഷ് യാദവിന്റെ കാലത്താണ് അത് പൂർണ്ണമായി ഒരു 5 വർഷം തികയ്ക്കുകയും പിന്നീട് ഇപ്പോഴിതാ യോഗിയുടെ 5 വർഷം തികഞ്ഞിരിക്കുന്നു. അടുത്ത 5 വർഷത്തേക്കുള്ള ഊർജം മുൻപിലുണ്ട് എന്ന് കരുതുമ്പോഴാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ ഒരു പടപ്പുറപ്പാട്. ഈ വലിയ പടപ്പുറപ്പാട് എന്ന് പറയാനാവില്ല, പക്ഷേ ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ ഭാഗത്തു നിന്നാണ് ആദ്യ വെടിപൊട്ടിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിതമായ തോൽവിക്ക് ശേഷം അത് തീർച്ചയായും അതൊരു വലിയ തോൽവി തന്നെയാണ്. 80 അംഗ ലോക്സഭാ കണ്ടിൻജന്റിൽ ഉത്തർപ്രദേശിൽ നിന്നും 80 അംഗങ്ങളാണ് ലോക്സഭയിലേക്ക് പോകേണ്ടത്. അതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേവലം 33 പേരെ മാത്രമേ അയക്കാൻ കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 62 നിന്നും ഏതാണ്ട് പകുതിയോളമായി ഉത്തർപ്രദേശിലെ BJPയുടെ സാന്നിധ്യം കുറയുകയാണ്. സമാജ്വാദി പാർട്ടിക്ക് 37 സീറ്റും കോൺഗ്രസ് പാർട്ടിക്ക് 6 സീറ്റും ലഭിച്ച് ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ. 43 സീറ്റ്, 80-ൽ 43 സീറ്റുമായി ഉത്തർപ്രദേശിൽ വ്യക്തമായ മേൽക്കൈ ഇന്ത്യ മുന്നണി അപ്രതീക്ഷിതമായി. മിക്ക നിരീക്ഷകരും അഭിപ്രായപ്പെട്ടത് BJPക്ക് വളരെ നിർണായകമായ മേൽക്കൈ ഉണ്ട് എന്നാണ്. പ്രത്യേകിച്ചും രാമക്ഷേത്രത്തിന്റെ ആ ഒരു പ്രഭ ഇപ്പോഴും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ. പക്ഷെ അങ്ങനെയല്ല, അടിസ്ഥാന വിഷയങ്ങളാണ് അവിടെ ചർച്ചയ്ക്ക് വന്നത്. അവിടെ യോഗിനാഥിന്റെ നേതൃത്വത്തിൽ ഉള്ള ആ ഒരു പ്രക്രിയയ്ക്ക് സ്വല്പം കാലിടറി. ഇവിടുത്തെ ചോദ്യം, യോഗിക്കാണോ കാലിടറിയത് അതോ സാക്ഷാൽ മോദി പ്രഭാവത്തിനാണോ ഉത്തർപ്രദേശിൽ കാലിടറിയത്? നോക്കൂ, യോഗി ആദിത്യനാഥ് കുറച്ചു കാലമായി പരിഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹം പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ടായില്ല. സംസ്ഥാന മുഖ്യമന്ത്രി അല്ല, മറിച്ച് കേന്ദ്ര നേതൃത്വമാണ്. അപ്പോൾ അമിത്ഷായും മോദിയും എല്ലാം ചേർന്ന കേന്ദ്ര നേതൃത്വമാണ് ഉത്തർപ്രദേശിലെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചത്, ലോക്സഭാ സ്ഥാനാർത്ഥികളെ നിർണയിച്ചത്. യോഗി കാലു പിടിച്ചു പറഞ്ഞതാണ്, ഈ ചില ആളുകൾ, പ്രത്യേകിച്ച് 30ഓളം മണ്ഡലങ്ങളിലെ BJP MP-മാർ അവരെ വീണ്ടും സീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാകും എന്ന് വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷെ അതെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക അനുസരിച്ചാണ് മുന്നോട്ട് പോയത്. അവിടെ ഡബിൾ എഞ്ചിൻ എന്ന നിലയിൽ തന്നെയാണ് പോയത്. യോഗി സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിലും മോദി പ്രധാനമന്ത്രി എന്ന നിലയിലും രാമലക്ഷ്മണന്മാരെ പോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ മോദി യോഗി കമ്പൈൻഡ് ഒരു ബ്ലിറ്റ്സ് ക്രീഗാണ് അവിടെ നടന്നത്. പക്ഷേ അതൊന്നും തന്നെ തെരഞ്ഞെടുപ്പിന് ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ തോറ്റു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ യോഗി മാത്രം കുറ്റക്കാരനായ അവസ്ഥയാണ്. യോഗിക്ക് അപ്രമാദിത്വമുണ്ട്. യോഗി ഒരു ധിക്കാരിയാണ്. യോഗി ഒരു കാസ്റ്റിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ആളാണ്. ഇതൊക്കെ യോഗിക്കെതിരെ വരുന്ന ആരോപണങ്ങളാണ്. സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള ചിലർ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. അത് കുറച്ച് ഉച്ചത്തിൽ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ BJPയുടെ ലക്നൌവിൽ കൂടിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് JP നദ്ദ എന്ന ദേശീയ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ പറയുകയാണ്. ഇവിടെ കേശവ് പ്രസാദ് മൗര്യയുടെ പ്രധാന ഒരു ചിന്ത ഇതാണ്: പാർട്ടിക്ക് അതീതമായി ചില വ്യക്തികൾ വളർന്നാൽ അവിടെ അത് അനുവദിക്കാനാവില്ല. പാർട്ടിക്ക് തന്നെ ആയിരിക്കണം പ്രാധാന്യം, ഗവൺമെന്റിനായിരിക്കരുത്. അപ്പൊ അദ്ദേഹം ഗവൺമെന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് യോഗി ആദിത്യനാഥിനെയും അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ബ്യൂറോക്രാറ്റിക് എസ്റ്റാബ്ലിഷ്മെന്റിനെയുമാണ്. നോൺ പൊളിറ്റിക്കൽ ഒരു എക്സിക്യൂട്ടീവ് ആണല്ലോ, ഉദ്യോഗസ്ഥ വൃന്ദം.
അപ്പൊ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഒരു അപ്രമാദിത്വം യോഗി ആദിത്യനാഥ് അനുവദിച്ചു കൊടുക്കുകയും സാധാരണ അടിസ്ഥാന BJP വർക്കർമാർക്ക് ഒരു ഭരണത്തിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ പ്രവർത്തനത്തിൽ കാര്യമായ സ്വാധീനം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ BJPയുടെ റാങ്ക് ആൻഡ് ഫയൽ അസ്വസ്ഥമാണ്. ആ അസ്വസ്ഥത BJPയുടെ അടിസ്ഥാന സപ്പോർട്ടേഴ്സിന്റെ പേരിലാണ് ഇദ്ദേഹം വെന്റ് ചെയ്യുന്നത്, അദ്ദേഹം അത് ഏറെ ചെയ്യുന്നത് അഭിപ്രായം. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ചൗധരി ഭൂപേന്ദ്ര സിംഗ് ചൗധരി ജാട്ട് വിഭാഗക്കാരനാണ്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ ഒരു ശക്തമായ വിഭാഗമാണല്ലോ ജാട്ട് വിഭാഗം. അപ്പൊ ആ ജാട്ട് നേതാവ് കൂടിയായ BJP സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയഭാരം ഏറ്റുകൊണ്ട് ഞാനും രാജിവെക്കാൻ തയ്യാറാണ്. അപ്പൊ അദ്ദേഹവും ഒരു പരിധിവരെ മുഖ്യമന്ത്രിയുമായി കാര്യമായ സ്വരച്ചേർച്ചയിലല്ല എന്ന സൂചനയാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, BJP സംസ്ഥാന അധ്യക്ഷനും BJPയുടെ തന്നെ അവിടെ സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിയും രണ്ടുപേരും യോഗി ആദിത്യനാഥിനെതിരെ ഉളിയമ്പുകൾ ചെയ്യുകയാണ്. നേരിട്ടുള്ള ആക്രമണമൊന്നുമല്ല, പരസ്യമായ ആക്രമണമൊന്നുമല്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ അവരങ്ങനെ ചെയ്യുമോ? ഇവിടെ ചോദ്യം എന്താണ്, ഈ അവരങ്ങനെ ചെയ്യുമോ, അതോ അവരുടെ പിന്നിൽ ശക്തരായ ആരെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ദേശീയ നേതൃത്വത്തിൽ ഈ കേശവ് പ്രസാദ് മൗര്യയും ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ച, അതിനുശേഷമാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ മൗന അനുവാദമുണ്ടോ യോഗിക്കെതിരായ നീക്കത്തിൽ? യോഗിക്കെതിരായ നീക്കമെന്ന് ഞാൻ പറയുന്നത് യോഗി ആദിത്യനാഥിനെ പുറന്തള്ളാനുള്ള നീക്കമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ യോഗി ആദിത്യനാഥിനെ കുറച്ച് സ്കെയിൽ ഡൗൺ ചെയ്ത് കൊണ്ടുവരികയും, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആനയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആനയെ ചട്ടം പഠിപ്പിക്കുന്നത് പോലെ, അങ്ങനെ അങ്ങോട്ട് കൂടുതൽ കിഴക്കോട്ട് പോകണ്ട, സ്വല്പം താഴെ നിൽക്ക്, അപ്പൊ വലിയ തലപ്പൊക്കത്തിൽ നിൽക്കണ്ട എന്ന ഒരു സന്ദേശം. അത് ആരുടെ ആവശ്യപ്രകാരം? അവിടെയാണ് ഒരുപാട് ചിന്തകൾ അവിടെ വരുന്നു. അപ്പൊ മോദിക്ക് ശേഷം ആര് എന്നൊരു വലിയ ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. ഈ പ്രധാനമന്ത്രി പദത്തിൽ മോദിക്ക് യാതൊരു തെട്ടുമില്ല. അടുത്ത 5 വർഷത്തേക്ക് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തുടരും. ഈ ഫാദർ തിങ്സ് റിമെയിൻ ഈക്വൽ. കോലീഷൻ പൊളിറ്റിക്സിൽ കാര്യമായ അസ്വാരസ്യങ്ങൾ ഉണ്ടായില്ല എങ്കിൽ അടുത്ത 5 വർഷം 2029 വരെ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടരാവുന്ന ഒരു അന്തരീക്ഷമാണ്. പക്ഷെ അതിനുശേഷം ആര് എന്ന ചോദ്യം, അതിനുശേഷം ഒരു അംഗത്തിന് കൂടിയുള്ള ബാല്യം മോദിക്ക് ഉണ്ടെങ്കിൽ പോലും അത് മോദി ഒരുപക്ഷെ ഉപയോഗിക്കില്ല. അങ്ങനെയെങ്കിൽ രണ്ടാമനായി പൊതുവെ കഴിഞ്ഞ വർഷം വരെ കരുതിയിരുന്നത് അമിത്ഷായാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണ്. ഇപ്പോഴും ആ ഇക്വേഷനിൽ മാറ്റം വന്നിട്ടില്ല. കഴിഞ്ഞ മന്ത്രിസഭയിലെ രണ്ടാമനെ തന്നെയാണ് ഈ മന്ത്രിസഭയിലും രണ്ടാമനാക്കിയിരിക്കുന്നത്. അപ്പൊ മോദിക്ക് ശേഷം അമിത്ഷാ എന്ന ഒരു ഏകദേശ ധാരണ പല നിരീക്ഷകരുടെ ഇടയിലും ഉണ്ടായിരുന്നു. പക്ഷെ അത് BJPക്ക് അതിൻ്റെതായ ഒരു പ്രവർത്തനമുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. തീർച്ചയായും BJP നരേന്ദ്രമോദിയെ കൊണ്ടുവരുമെന്ന് ഒരു 10 പതിറ്റാണ്ട് മുൻപ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അന്ന് LK അദ്വാനി മാറി നിന്നാൽ, അതിനു പകരം ഒരുപക്ഷെ സുമിത്ര മഹാജനും LK അദ്വാനിയും ഒക്കെ മാറി നിന്നാൽ, അതിനു പകരം ഒരുപക്ഷെ ശിവരാജ് സിംഗ് ചൗഹാനെ കൊണ്ടുവരാം. ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് അരുൺ ജെയ്റ്റ്ലിക്കും അതുപോലെ സുഷമ സ്വരാജിനും ഒക്കെയാണ്, രാജ്നാഥ് സിംഗിനും ഒക്കെയാണ്. അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ ആളാണ് നരേന്ദ്രമോദി. അതുപോലെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ ആളുമാണ് നരേന്ദ്രമോദി. ഒരു MP അല്ലെങ്കിൽ ഗുജറാത്ത് സംസ്ഥാനത്തെ മന്ത്രി ഒന്നും ആയിരുന്ന ആളല്ല നരേന്ദ്രമോദി എന്ന് ഓർക്കണം. അതുപോലെ തന്നെയാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹം 5 പ്രാവശ്യം MP ആയിരുന്നെങ്കിൽ പോലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കാര്യമായ ഒരു സ്വാധീനം ഉണ്ടായിരുന്ന ആളല്ല യോഗി ആദിത്യനാഥ്. അപ്രതീക്ഷിതമായി യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുവരികയും യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ ഗുണ്ട രാജ് അവസാനിപ്പിക്കുകയാണ്. മായാവതിയുടെ കാലത്തും അഖിലേഷ് യാദവിന്റെ കാലത്തും ഒക്കെ ഉത്തർപ്രദേശിലെ ക്രമസമാധാന നില താറുമാറായിരുന്നു. ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഉത്തർപ്രദേശിനെ കര പിടിച്ച് കയറ്റി എന്ന ഒരു ബോധ്യം ഉത്തർപ്രദേശിലെ ജനങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴും, ഹത്രാസ് സംഭവമൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും പൊതുവെ ക്രമസമാധാന നില ഉത്തർപ്രദേശിൽ മെച്ചമാണ്. അതിന്റെ ക്രെഡിറ്റ് യോഗി ആദിത്യനാഥിനെ കൊടുത്തേ തീരൂ. പക്ഷെ ആ യോഗി ആദിത്യനാഥ് നിസ്സാരനല്ലെന്ന് ഓർക്കണം. അദ്ദേഹം നാഥ് കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ജാതി സമവാക്യങ്ങൾ അദ്ദേഹത്തിന് ബാധകമല്ല. അദ്ദേഹം ഒരു സന്യാസിയാണ്. അദ്ദേഹം ഗോരഖ്പൂർ മഠത്തിന്റെ ചുമതലയുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരു സന്യാസി എന്ന നിലയിൽ ജാതി ബാധകമല്ലെങ്കിലും ഒരുപക്ഷെ രാജ്പൂട്ട് കമ്മ്യൂണിറ്റിയുടെ ഒരു ബ്ലെസ്സിങ് അദ്ദേഹത്തിനുണ്ട് എന്നത് നിസ്തർക്കമാണ്. മുന്നോക്ക വിഭാഗത്തിന്റെ പിന്തുണയാണ്. പക്ഷെ BJP പയറ്റുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്
പിന്നാക്ക രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ചും യാദവ ഇതര OBC രാഷ്ട്രീയം. യാദവ ഇതര OBC രാഷ്ട്രീയത്തിൽ നിഷാദുകളുണ്ട്. അപ്പം നിഷാദ് പാർട്ടിയുണ്ട്. അപ്പം നിഷാദുകൾ ഒരു പിന്നാക്ക വിഭാഗമാണ്. അതുപോലെ തന്നെ കൂർമി വിഭാഗമുണ്ട്. അനുപ്രിയ പട്ടേലിന്റെയൊക്കെ അപ്നാദൾ എന്ന പാർട്ടി BJPയുടെ സഖ്യകക്ഷിയാണ്. ഇവരുടെ എല്ലാം പിന്തുണയോടുകൂടി ആണ് ഇപ്പോഴത്തെ ആ ഒരു UP ഭരണകൂടം നിൽക്കുന്നത്. അവിടെ മുന്നോക്കക്കാരനായ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയായി കാണുകയും അദ്ദേഹത്തിനെ മുന്നാക്കം പിന്നാക്കം എന്ന വിവക്ഷയ്ക്കും അത്തക്കും ഉപരിയായി ഒരു ഹൈന്ദവ ദേശീയ മുഖമായി കാണുകയും കാര്യക്ഷമതയുള്ള ഒരു നേതാവായി കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാം സെറ്റാണ്. അപ്പൊ യാദവരുടെ വോട്ട് കൊണ്ട് മുലായം സിംഗ് പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ അഖിലേഷ് യാദവ് പൊയ്ക്കോട്ടെ, ദളിത് വോട്ടിന്റെ ഒരു നല്ല ഭാഗം കൊണ്ട് മായാവതി പൊയ്ക്കോട്ടെ, അത് കുറെയൊക്കെ തിരിച്ച് വന്നിരിക്കുന്നു. കുറെയൊക്കെ വന്നത് കോൺഗ്രസിലേക്കും സമാജ്വാദി പാർട്ടിയിലേക്കും സമ്മതിക്കുന്നു. എങ്കിൽ പോലും BJPക്ക് മുന്നോട്ട് പോകാം. പക്ഷെ അങ്ങനെയെങ്കിൽ എന്തിന് ഇപ്പോൾ അത്രയും ജനകീയനായ, അത്രയും സമ്മതനായ, ശക്തമായ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകുന്ന യോഗി ആദിത്യനാഥിനെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചെറിയ തിരിച്ചടിയുടെ പേരിൽ എന്തിന് മാറ്റണം? അത് ചോദ്യമാണ്. മാറ്റുമെന്ന് ആരും പറയുന്നില്ല. എങ്കിലും മാറ്റത്തിന്റെ ഒരു ചെറിയ കാറ്റ് വീശുന്നത് അവിടുത്തെ സംഘടനാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ടാണ് പൊതുവെ ഇത് നിരീക്ഷിക്കുന്ന ഉത്തർപ്രദേശ് രാഷ്ട്രീയം നോക്കിക്കാണുന്നവർ അതിനെ ഗൗരവത്തോടെ കാണുന്നത്. അതുകൊണ്ട് ഒരു സങ്കീർണമായ ആഭ്യന്തര സിറ്റുവേഷനിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഉത്തർപ്രദേശിൽ പെട്ടുപോയിരിക്കുന്നത്. ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്നും കരകയറണമെങ്കിൽ ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഒരു സൂചനയാണ്. ആ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അതേക്കുറിച്ച് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. പക്ഷെ ഇനി വരാനുള്ള നാളുകൾ ഉത്തർപ്രദേശിലേക്ക് കൂടുതൽ കണ്ണുകൾ, രാജ്യത്തിന്റെ രാഷ്ട്രീയ ശ്രദ്ധ കൂടുതലായും ഇനിയുള്ള ഏതാനും ആഴ്ചകൾ ഉത്തർപ്രദേശിലേക്ക് കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. യോഗി വീഴുമോ ഇല്ലയോ എന്നതല്ല, യോഗി എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യും എന്നതിലാണ്. BJP എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യും, യോഗി എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യും എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ വിഷയം.